നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമത്തെ പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമി മുഴുവനും എനിക്കുള്ളതല്ല. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്ക് നാം കേട്ടനുസരിച്ചാൽ നാം ദൈവത്തിന് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും. വചനം പറയുന്നു, ദൈവത്തിൻ്റെ വിശുദ്ധ ജനം, ദൈവത്തിൻ്റെ സ്വന്തം ജനം. ദൈവത്തിൻ്റെ വിളവിൻ്റെ ആദ്യഫലമാണ് ഇസ്രായേൽ. ഇസ്രായേൽ ദൈവത്തിന് വിശുദ്ധമാണ്. നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിങ്ങൾ എനിക്ക് ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവും പിതാവും ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തം എത്ര വലുതാണ്. നിങ്ങൾ എൻ്റെ ജനമായിരിക്കും, നിങ്ങൾ എനിക്ക് സ്വന്തം ജനമായിരിക്കും, സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും, നിങ്ങൾ വിശുദ്ധ ജനമായിരിക്കും. തിരുവെഴുത്തുകളിൽ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് നൽകുന്ന ഒരു വാഗ്ദത്തമാണത്. നീ എൻ്റെയാണ്, നീ എനിക്കുള്ളവരാണ്, നീ എനിക്കുള്ളവൻ തന്നെ എന്ന് യാക്കോബിനെ കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് യേശു പറഞ്ഞു. നിങ്ങൾ എൻ്റെയാണ്. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, അവൻ എൻ്റെ വായി മൂർച്ചയുള്ള വാൾ പോലെയാക്കി, മിനുക്കി അമ്പാക്കി പൂണിയിൽ മറച്ചു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും അവൻ്റെയാണ്, ദൈവത്തിൻ്റെ സ്വന്തമാണ്. പിന്നെയും തിരുവെഴുത്ത് പറയുന്നു, മരുഭൂമിയിൽ ഓളി കേൾക്കുന്ന ശൂന്യപ്രദേശത്ത് ഞാൻ അവനെ കണ്ടെത്തി. ആരെയാണ്? നമ്മെക്കുറിച്ചാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഞാൻ അവനെ സൂക്ഷിച്ചു. കഴുകൻ തൻ്റെ കുഞ്ഞിൻ്റെ മുകളിൽ ചുറ്റിപ്പറക്കുന്നത് പോലെ ഞാൻ ചുറ്റിപ്പറന്നു അവനെ പരിപാലിച്ചു. അവിടെ എഴുതിയിരിക്കുന്നു, യാക്കോബ് ദൈവത്തിൻ്റെ അംശമാണ്, ദൈവത്തിൻ്റെ അവകാശമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിൻ്റെയാണ്, ദൈവത്തിൻ്റെ അംശമാണ്, ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ്, സകല ജാതികളും വെച്ച് പ്രത്യേക സമ്പത്താണ്. അതങ്ങനെ തന്നെയാണ്. എന്നാൽ അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകാൻ, അനുഭവത്തിൽ നിങ്ങൾ നിലനിൽക്കാൻ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുക, ദൈവത്തിൻ്റെ നിയമം പ്രമാണിക്കുക, കൃപയിൽ നിൽക്കുക, വിശുദ്ധിയിൽ നിൽക്കുക, വിശ്വാസത്തിൽ നിൽക്കുക, പ്രത്യാശയിൽ നിന്ന് ഇളകാതെ ഉറച്ചു നിൽക്കുക, വചനത്തോട് പ്രതികരിക്കാം. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ നിയമം മാറിപ്പോകത്തില്ല. ഇത് ദൈവത്തിൻ്റെ നിയമമാണ്. നീ ദൈവത്തിൻ്റെയാണ്. വചനത്തിൽ നിന്നാൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ മാനിക്കുന്ന സുദിനങ്ങൾ വിദൂരമല്ല. വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.